അരങ്ങേറി 6 വർഷങ്ങൾക്കുള്ളിൽ 11 ബാക്ക് ടു ബാക്ക് കമേഴ്സ്യലി സക്സസ്ഫുൾ സിനിമകളിൽ അഭിനയിച്ച് ആദ്യത്തെ 10 സിനിമകൾ കഴിഞ്ഞിട്ടും 100% സക്സസ് റേഷ്യോ ഉണ്ടായിരുന്ന അപൂർവ നടന്മാരിൽ ഒരാൾ. അതായിരുന്നു 2012 സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ എന്ന സിനിമയിലൂടെ അരങ്ങേറിയ വരുൺ ധവാൻ. സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ എന്ന സിനിമയിലൂടെ അരങ്ങേറിയ 3 പേരും ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും കൂട്ടത്തിൽ എല്ലാവരുടെയും തൊട്ടടുത്തതായി ചെയ്ത സിനിമകളൊക്കെ ഹിറ്റായിരുന്നെങ്കിലും ആദ്യത്തെ 10 സിനിമകളും ഹിറ്റായത് ഇദ്ദേഹത്തിന്റേത് മാത്രമായിരുന്നു. ആദ്യ സിനിമയിലൂടെ തന്നെ താൻ ഒരു പ്രോപ്പർ കമേഴ്സ്യൽ സ്റ്റാർ മെറ്റീരിയലാണെന്ന് അദ്ദേഹം തെളിയിക്കുകയും പിന്നീടുള്ള സിനിമകളിലൂടെ അദ്ദേഹം അത് അടിവരയിടുകയും ചെയ്തു. ആദ്യ പടത്തിൽ കൂടെ അരങ്ങേറിയ അതിൽ കുറച്ചുകൂടി ഹീറോയിക് ഇമേജ് ഉണ്ടായിരുന്ന സിദ്ധാർത്ഥ് മൽഹോത്രയായിരുന്നു തുടക്കകാലത്ത് പീപ്പിൾസ് ഫേവറേറ്റ്. എന്നാൽ പോകെ പോകെ അഭിനയത്തിലും തെരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിലും അദ്ദേഹത്തിന് ലിമിറ്റേഷൻ വന്നപ്പോൾ അങ്ങനെയൊന്നും തനിക്കില്ല എന്ന് കാണിക്കുന്നതായിരുന്നു വരുൺ ധവാന്റെ ഫിലിമോഗ്രഫി. കോമഡിയും ആക്ഷനും ഇതിനേക്കാളൊക്കെ മുകളിൽ നന്നായി ഡാൻസും ചെയ്യാൻ അറിയാവുന്ന വരുൺ ധവാൻ അടുത്തൊരു ഗോവിന്ദ അല്ലെങ്കിൽ സൽമാൻ ഖാൻ ലെവലിലേക്ക് കുതിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്സ്യൽ ആക്ടറായ ഇദ്ദേഹം ബദ്ലാപൂർ, ഒക്ടോബർ പോലെയുള്ള സിനിമകളിലൂടെ തന്റെ യഥാർത്ഥ അഭിനയശേഷിയും ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ച് താൻ വെറുമൊരു കമേഴ്സ്യൽ ആക്ടർ മാത്രമല്ല എന്ന് തെളിയിച്ചു. 2019 ഇറങ്ങിയ കലങ്ക് എന്ന സിനിമയായിരുന്നു ഇദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ഫ്ലോപ്പ്. പടം 100 കോടിക്ക് മേലെ കളക്ട് ചെയ്തെങ്കിലും അത്രയും തന്നെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ആ മൾട്ടി സ്റ്റാറർ ചിത്രത്തിന്. ഇതിനുശേഷം 2020 ഇറങ്ങിയ ABCD എന്ന ഡാൻസ് ബേസ്ഡ് മൂവിയുടെ 3ാം ഭാഗമായ സ്ട്രീറ്റ് ഡാൻസർ എന്ന സിനിമയും വലിയ വിജയം കണ്ടില്ല. ശേഷം കോവിഡ് അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുമ്പോൾ OTT റിലീസായി വന്ന ഇദ്ദേഹത്തിന്റെ സിനിമയായിരുന്നു കൂലി നമ്പർ 1. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇദ്ദേഹത്തിന്റെ അച്ഛനും സംവിധായകനുമായ ഡേവിഡ് ധവാൻ അക്കാലത്ത് സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഗോവിന്ദയെ വെച്ച് ചെയ്ത സിനിമയുടെ ഒരു റീബൂട്ട്. എന്നാൽ അത് ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മോശം അഭിപ്രായങ്ങൾ ലഭിച്ച ഒരു സിനിമയായി മാറുകയാണ് ഉണ്ടായത്. OTT റിലീസ് ആയതുകൊണ്ട് ബോക്സ് ഓഫീസ് പരാജയം എന്ന പഴി കേൾക്കേണ്ടി വന്നില്ല എന്ന് മാത്രം. കോവിഡ് അനന്തരം ഇദ്ദേഹത്തിന്റേതായി 4 സിനിമകളാണ് പുറത്തിറങ്ങിയത്. അതിലൊന്ന് OTT-ലും 3 തിയേറ്ററിലും. തിയേറ്ററിൽ ഇറങ്ങിയവയിൽ ഒന്ന് ഒരു വാമ്പയർ കൺസെപ്റ്റിൽ വരുന്ന ബേഡിയ എന്ന വ്യത്യസ്തമായ ഒരു മൂവിയായിരുന്നു. മറ്റൊന്ന് വമ്പൻ മുതൽ മുടക്കിൽ വന്ന തമിഴ് ബ്ലോക്ക് ബസ്റ്ററായ തെറിയുടെ റീമേക്ക് ബേബി ജോൺ. അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു വലിയ പരാജയം. ഒരു കാലത്ത് ഷോർട്ട് ഷോട്ട് സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു യുവനടൻ കോവിഡാനന്തരം താഴ്ന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ കോവിഡിന് ശേഷം ഇദ്ദേഹം ചെയ്തിരുന്ന ടൈപ്പ് റോളുകൾ ചെയ്ത് ഹിറ്റടിച്ച, അതായത് ഇദ്ദേഹത്തിന്റെ സ്ട്രോങ് സോൺസ് ആയിരുന്ന കോമഡി, റൊമാൻസ്, ഡാൻസ് എന്നിവ ചെയ്തു ഫലിപ്പിക്കാൻ കഴിവുള്ള കാർത്തിക് ആര്യന്റെ വരവും ഇദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട്. എനിവേസ്, ആളുടെ ഏതെങ്കിലും ഒരു പടം എന്നോട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയും 2014 ഇറങ്ങിയ മേ തെര ഹീറോ എന്ന സിനിമ. ഇതേതോ ഒരു തെലുങ്ക് സിനിമയുടെ റീമേക്ക് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇതിന്റെ ഒറിജിനൽ കാണാത്ത എനിക്ക് ഈ പടം ആദ്യമായി കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവന് ആദ്യമേ പറഞ്ഞേക്കാം, ഇതൊരു വമ്പൻ സ്റ്റോറി ലൈനുള്ള പടമൊന്നുമല്ല. ഇറ്റ്സ് എ സിമ്പിൾ ആൻഡ് സില്ലി ടൈം പാസ് മൂവി. പക്ഷെ വരുൺ ധവാൻ എന്ന ആക്ടർ എന്താണെന്നും ആളുടെ സ്ട്രോങ് സോൺസ് ഏതൊക്കെയാണെന്നും മനസ്സിലാക്കാനും പിന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ എന്ന നിലക്കും ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല.